ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ തുന്നോതിവിദ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ ജ്ഞാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ശിവായ തസ്മൈ നമഃ. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. നാദത്തെ കസ്യചിത് പാപം, ഒരാളുടെ നിഷിദ്ധങ്ങളായ കർമ്മങ്ങളുടെ ഫലവും ഞാൻ എടുക്കുന്നില്ല. മാത്രമല്ല നചൈവ സുഹൃതം മാർഗത്തെ, നാം ചെയ്യുന്നതായിട്ടുള്ള ഒരു ജീവജാലവും ചെയ്യുന്നതായിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലവും ചീത്ത കർമ്മങ്ങളുടെ ഫലവും ഭഗവാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് നാം പലതും ഭഗവാന് സമർപ്പിക്കുന്നത്. എന്തൊക്കെ നിവേദ്യമാണ് നാം സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം അദ്ദേഹം ഒന്നും കഴിക്കില്ല, ഒക്കെ കൊണ്ട് വരും. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം. ഏതൊക്കെ തരത്തിലുള്ളതായിട്ടുള്ള പ്രാർത്ഥനകൾ അനുഭവിക്കുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ ശരിയായിട്ട് ഒന്ന് ധരിച്ച് ഭീതിയുടെ വെളിച്ചത്തിൽ നാം ക്രമീകരിക്കേണ്ടതാണ്. ദുഃഖത്തിന്റെ തീവ്രത വരുമ്പോൾ ഭക്തിയുടെ തീവ്രത കൂടും. സംഘർഷങ്ങൾ വരുമ്പോൾ അതുവരെ നല്ല കർമ്മത്തൊന്നും ചിന്തിക്കുകയില്ല. ദുരന്തങ്ങളുള്ള സമയത്ത്, നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അത്യന്തം സംഘർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എത്ര തീവ്രമായിട്ട് നാം അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുവോ അതേ തീവ്രതയിൽ നല്ല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈശ്വരനെ സ്മരിക്കാൻ സാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഈശ്വര സാക്ഷാത്കാരം നമ്മുടെ കൂടെയാണ്. പക്ഷെ അങ്ങനെ നാം ചിന്തിക്കാറില്ല. എല്ലാം മറക്കുന്നു, എന്നെ പോലെ ആയിരിക്കുക. ആ സമയത്ത് ഇത് വേറെ അനുഭവം. പലതരം നമ്മുടെ പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാവാം, ശത്രു സംഹാര ഉത്പാദിച്ചത്. ഇതിപ്പോ അദ്ദേഹത്തിന് തന്നെ സംശയമാണ്. കാരണം ഒരാളുടെ പേര് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ സങ്കല്പം, നിങ്ങളുടെ പ്രാർത്ഥന, അതേസമയത്ത് നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളെ തകർക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ അപ്പൊ ഒരേ ശക്തി തന്നെ. ആരെ രക്ഷിക്കണം, ആരെ ശിക്ഷിക്കണം. നിങ്ങളുടെ രക്ഷയ്ക്കനുസരിച്ച് അദ്ദേഹത്തിന് ഒരു വിധി കൽപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ രക്ഷയ്ക്കനുസരിച്ച് വിധി കൽപ്പിക്കുവാൻ പറ്റുള്ളൂ. അസൂയ, ദേഷ്യം, മാത്സര്യം മുതലായിട്ടുള്ളത് നിറഞ്ഞു നിന്നുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന മുഴുവനും സന്തുലിതമാണ്. പ്രാർത്ഥന യാചനയല്ല, പ്രാർത്ഥന ആവാഹനമാണ്. നമ്മുടെ ഉള്ളിലുള്ളതായ ശക്തിയെ ഉദ്ദീപിപ്പിക്കുവാനുള്ള ശ്രമമായിരിക്കണം പ്രാർത്ഥന. അത് ഒരു ശക്തിയുടെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കും. സ്വാർത്ഥപരമായിട്ടുള്ള എല്ലാം തന്നെ നമ്മെ പലതരത്തിലുള്ള ദുരന്തങ്ങളിലോട്ട് നയിക്കും. അതും ഭക്തിയും സ്വാർത്ഥപരമെങ്കിൽ അത് ഒരിക്കലും ഒഴിവാക്കുകയില്ല.
ക്ഷേത്രങ്ങളോ ക്ഷേത്രാരാധനകളോ നമ്മളുടെ പൂജയോ പൂജാവിധികളോ ഒന്നും നിഷേധിക്കുകയോ കുറിച്ചു കാണിക്കുകയോ വിമർശിക്കുകയോ അല്ല. പക്ഷേ ആ കർമ്മം ചെയ്യുന്ന കർമ്മം നമ്മുടെ ഉള്ളിലുള്ള അനന്ത ശക്തികളെ ഉദ്ദീപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അല്പങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അതുണ്ടാവണേ, ഇതുണ്ടാവണേ, എന്റെ കുട്ടി പരീക്ഷയിൽ പാസ്സാവണേ, ഒരു പ്രൊമോഷൻ ഉണ്ടാവണേ, വേഗത്തിൽ ലോൺ അനുവദിച്ചു തരണേ, ലോൺ റിമൈൻഡർ ഒരിക്കലും അയക്കരുത്, എന്റെ കുട്ടി പാസ്സായില്ലെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടി പാസ്സാവരുതേ. ഏതൊക്കെ തരത്തിലുള്ള ചിന്താഗതി അത് നമ്മളുടെ അത്ഭുതം നമ്മളുടെ പ്രാർത്ഥനയിലാണ്. സ്വാർത്ഥതയുടെ വിലാസമാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. സ്വാർത്ഥത പോഷിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം നാം ഒരിക്കലും എവിടെയും എത്തിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവരെല്ലാ ദിവസവും ക്ഷേത്രത്തിലൊക്കെ പോകാറുള്ളതാണ്, പലതും ചെയ്യാറുള്ളതാണ്, എന്തൊക്കെ എത്ര സമയം പുരോഗതി ചെലവഴിക്കും, എന്നാലും അവർക്ക് ഇത് വന്നല്ലോ. കാരണം ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥതയായിട്ടുള്ളതായിരിക്കാം, തീവ്രതയോടുകൂടെ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അതിലൊക്കെ സ്വാർത്ഥതയുടെ സ്ഥാനം. അതുകൊണ്ട് ആ അദ്ദേഹം എടുക്കുകയില്ല. നാളത്തെ പാപം, ഒരാളുടെ പാപത്തെയും ഒരാളുടെ പുണ്യത്തെയും അദ്ദേഹം എടുക്കുന്നില്ല. നാളത്തെ പാപം നചൈവ സുഹൃതം വിഭു. ആദ്യത്തെ ശ്ലോകത്തിൽ പ്രഭു എന്ന് പറയുന്നു, ഇവിടെ വിഭു എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ് അർത്ഥം. പ്രഭു സമസ്തത്തിന്റെയും ഉടമസ്ഥൻ, വിഭു സമസ്ത പ്രദേശങ്ങളിലും ഒരുപോലെ പ്രകാശിക്കുന്നത്. വിശേഷേണ ഭാവി സാധ്യം എല്ലായിടത്തും ഒരുപോലെ ഒരു ദുരന്തത്തിന്, ഒരു സൗഭാഗ്യത്തിന്, ഒരു ശ്രദ്ധപരമായിട്ട് അനുഭവങ്ങളിലും അദ്ദേഹത്തിൽ നേരിട്ട് അനുഭവിക്കുക, നേരിട്ടുള്ള പങ്കില്ല. പിന്നെ അതൊക്കെ സംഭവിക്കുന്നതോ അജ്ഞാനേന ആവൃതം ജ്ഞാനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നില അജ്ഞാനേന സ്വാർത്ഥ രൂപേണ യഥാർത്ഥം. നമ്മളുടെ കാമം കൊണ്ട്, നമ്മുടെ ക്രോധം കൊണ്ട്, നമ്മുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് നാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മറയ്ക്കുന്നു. തേന ഈ അജ്ഞാനം കൊണ്ട് ജന്തവാഹ മുഖ്യതി. ജന്തവാഹ നമ്മളെ പറയുന്നത് ജന്തുക്കളെ ഭഗവാൻ പറയുന്നത് നല്ലതല്ലേ, വേറെ ആരുമില്ലല്ലോ പറയുന്നത്. തേന മുഖ്യന്തി ജന്തവാഹ. തേന അജ്ഞാനേന ഈ അജ്ഞാനം കൊണ്ട് നമ്മളെല്ലാവരും വ്യാമോഹിതരാകുന്നില്ല. ഒരു ദുരന്തത്തിനും അത് നല്ലതാണെന്ന് ചീത്തയാക്കി. ഒരു 8-10 വർഷം മുമ്പേ എന്റെ മദ്രാസ് യജ്ഞശാലയിൽ നിന്ന് അവസാനത്തെ ദിവസം ഗുരുദക്ഷിണാർത്ഥങ്ങളോടുകൂടെ എനിക്കൊരു ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ ഒരു ശ്രോതാവ് എഴുതിക്കുകയാണ്, 3 വയസ്സായ ഒരു കുട്ടിയെ അമ്മ തിങ്കളാഴ്ച രാവിലെ നഴ്സറി സ്കൂളിൽ കൊണ്ടുപോയിട്ട് വിടുന്നു. അമ്മയും ഉദ്യോഗസ്ഥയാണ്. കുട്ടി പോകുന്ന സമയത്ത് കരയാൻ തുടങ്ങി. ശരി, ഞായറും വീട്ടിലിരുന്നതല്ലേ, ഒരു പക്ഷേ പല കുട്ടികൾക്കും ഉള്ളതായിട്ടുള്ള സ്വഭാവമാണ്, അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. പക്ഷെ എങ്കിൽ കുറേയൊക്കെ സമാശ്വസിപ്പിച്ചു. കുട്ടിയെ കുട്ടിയിട്ട് സ്കൂളിൽ വിട്ടു. അവിടെ ചെന്നപ്പോൾ കുട്ടി കൂടുതൽ കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് അത് നിർത്താൻ സമയമില്ല, ടീച്ചർമാരെ അവർക്ക് ജോലിക്ക് പോവുകയും ചെയ്തു. ഒരേ കഴിയുമ്പോഴേക്കും ഈ കുട്ടി ഭയങ്കരമായ ഒരിക്കലും നിർത്തുന്നില്ല. പിന്നെ ഈ ചെറിയ കുട്ടികളുടെ ഒരു കുട്ടി വരാൻ തുടങ്ങിയ എല്ലാ കുട്ടികൾക്കും വരാം. ആകെ അവിടെ കരച്ചു. മറ്റുള്ള കുട്ടികളൊക്കെ അസംബ്ലിയായപ്പോഴേക്കും നിന്നു. പക്ഷേ ഈ കുട്ടികളുടെ കരച്ചു നിർത്തുന്നു. ഒരേ കഴിയുമ്പോൾ കുട്ടിയുടെ മേലെ നിറം നീല നിറമാവാൻ തുടങ്ങി. കുട്ടി ബെഞ്ചിൽ കടന്നു. ഉടൻ തന്നെ അവർ ഈ കൈയൊക്കെ മാറ്റി ഷൂവൊക്കെ അഴിച്ചു വെച്ചു. അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ്. ഇതിന്റെ ചുറ്റും നിന്ന് നെറ്റിയിലൊക്കെ നിങ്ങൾ വെള്ളം.
പിന്നെ നിശ്ചയ കുട്ടിയുടെ നമ്മൾ കഴിയുന്നില്ല. ഈ എഴുത്തിൽ വിവരിക്കുകയാണ് അദ്ദേഹം. ഉടനെ തന്നെ ശരിയല്ല എന്ന് അവർക്ക് ബോധ്യമായി പ്രിൻസിപ്പാളും ടീച്ചർമാരെല്ലാം നമ്മൾ ഉടനെ തന്നെ ഒരു കാറിന്റെ കാറ് ഉടനെ ആസ്പത്രിയിൽ കൊണ്ടുവരുന്നത് വളരെ മോശമായി. പൾസൊക്കെ പോയാൻ തുടങ്ങി. അവിടെ പോയി ഈ ഡോക്ടർ മറ്റുള്ളവരും അല്ലെങ്കിൽ സ്വാക്സ് അയച്ചു, ഷട്ടിൽ ബോക്സ് ഒക്കെ അയച്ചു. സ്വാക്സിനുള്ളിൽ ഒരു കരിന്തേൾ മരിച്ചു കിടക്കും. എങ്ങനെയോ ഈ സ്വാക്സിനകത്ത് ഈ കറുത്ത തേളുള്ളിൽ കിടക്കും. ഇതാ കുട്ടി എടുത്തിട്ടു, അല്ലെങ്കിൽ അമ്മ എടുപ്പിച്ചു പോയി. 3 വയസ്സായ കുട്ടി ആസ്പത്രിയിൽ വെച്ച് മരിക്കുന്നു. ഈ എഴുത്തിന്റെ ചോദിക്കുകയാണ്, സ്വാമി ആ കുട്ടി എന്ത് ചെയ്തു? ഇങ്ങനൊരു മരണം അനുഭവിക്കുന്നത് കേവലം 3 വർഷം നന്നായി നിഷ്കളങ്കമായിട്ടുള്ള ബിന്ദുകാലം, ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയാത്തതായിട്ടുള്ള ആ കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ ചെയ്തോ അമ്മ ചെയ്തോ ഏതൊക്കെ വരുന്നത് ആ 3 വയസ്സായിട്ട് കൊടുക്കുന്നു. അതിന് മുമ്പേ എന്തൊക്കെ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവാൻ ഞാൻ എന്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ ഉദാഹരണം പറയുന്നതിന് ഈ തീവ്രമായിട്ടുള്ള വേദന അനുഭവിച്ച് എന്താണ് ഇതിന്റെ മരണകാരണം എന്നത് അറിയാതെ ഈ തേളിന്റെ പെൺകുട്ടി അത് മരിക്കുന്നില്ല, മരിച്ചില്ല. നീതി എന്താണ്? ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിനെ സമാശ്വസിപ്പിക്കുന്നത്. എന്റെ 10 ദിവസത്തെ അവിടെ അദ്ദേഹം മോർണിംഗ് ഈവനിങ് റെഗുലറായിട്ട് അദ്ദേഹം കേട്ടതാണ് തിരുവാങ്കൂർ. അപ്പൊ നമ്മൾ എന്ത് തന്നെ എഴുതിയാലും അപ്പോൾ ഭഗവാനോട് പ്രസ്താവിച്ചതുപോലെ ഋഷിമാരുടെ പ്രതിഭയിൽ നമുക്ക് ഇതിനുള്ളതായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള സമീപനം കർമ്മഫലം തന്നെയാണ്. കർമ്മ സിദ്ധാന്തത്തിൽ വിവരിച്ച് പ്രതിപാദിക്കുക കവിഞ്ഞ് നമുക്കൊരു ഉത്തരം പറയാനില്ല. ഇപ്പൊ ഭഗവാൻ തന്നെ പറയുന്നുണ്ടേ, ഇതൊരു ഏറ്റവും വലിയ പ്രമാണമാണ്. ഞാൻ അത് ഏത് വിധത്തിൽ എഴുതിയാലും അദ്ദേഹത്തിന് അത് അത്രത്തോളം സ്വീകാര്യമാവുകയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ലെറ്ററിനെ ഒരു കവറും ലെറ്ററോടുകൂടെ എന്റെ ഗുരുനാഥനെ അയച്ചു. അഭിവൃദ്ധി ഗുരുനാഥ് സ്വാമിജിക്ക്. എന്നിട്ട് സ്വാമിയുടെ ഒരു അഭ്യർത്ഥന, സ്വാമിജി അദ്ദേഹത്തിന് സ്വാമിയുടെ മറുപടി എഴുതുമ്പോൾ അതിന് കോപ്പി എനിക്ക് വേണമെന്ന്. എന്നും ആ എഴുത്ത് എനിക്ക് മറ്റുള്ള എഴുത്തുകളേക്കാൾ കൂടുതൽ അതൊരു നിത്യമാണ്. സ്വാമി അദ്ദേഹത്തിന് എഴുതുന്നു. അങ്ങനെ ആത്മജീവിതത്തിന്റെ റെഫറൻസ് എനിക്ക് കിട്ടി. ആ കുട്ടി ദുരന്തമായിട്ടുള്ള ഒരു രീതിയിൽ ഈ ലോകത്ത് നിന്ന് യാത്ര ഒരു സംഭവം. സ്വാമിജി സമാധാനം പറയുകയാണ്. സൂര്യൻ പ്രകാശിക്കുന്നു, ചന്ദ്രൻ പ്രകാശിക്കുന്നു, നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശാസ്ത്രത്തിന്റെ വിഷയം. ഈ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സയൻസ് ഓഫ് മെഡിസിൻ. ഒരു വൃക്ഷം എപ്രകാരം പ്രവർത്തിക്കുന്നുള്ളത് സയൻസ് ഓഫ് ബോട്ടണി. പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള പ്രപഞ്ച ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ വിഷയം. അത് എന്തുകൊണ്ട് എന്ന്, സൂര്യൻ എന്തുകൊണ്ട് എന്ന് ശാസ്ത്രം പറയുന്നില്ല. ചന്ദ്രൻ എന്തുകൊണ്ട് എന്ന് സൂര്യൻ എന്ന് ശാസ്ത്രം പറയുന്നില്ല. പ്രപഞ്ചം എന്തുകൊണ്ട് എന്ന് ശാസ്ത്രം പറയുന്നില്ല. പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശാസ്ത്രം അറിയാൻ ശ്രമിക്കാം. അത് എല്ലാം അറിയണമെന്നില്ല. ഹൗ ദ സൺ ഷൈൻസ്, അത് ശാസ്ത്രത്തിന്റെ വിഷയം. വൈ ദ സൺ, ശാസ്ത്രം പറയുകയില്ല. അതുപോലെ ഈ കുട്ടി വന്നു, എന്തുകൊണ്ട് ഈ കുട്ടി പോയി, അത് എനിക്ക് നിങ്ങൾക്ക് അറിയുകയില്ല. അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണമുണ്ട്. ഈ കുട്ടി ഇത്രയും വേഗം, ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഇപ്രകാരം പോകണം എന്ന് അതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്. ആ കാരണം എനിക്കോ നിങ്ങൾക്കോ അറിയുകയില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്താലാണ് ആ കുട്ടി വന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ അനുഗ്രഹത്താലാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾ ആ കുട്ടിയെ കുറിച്ച് വിലപിക്കുന്നു, സ്വാമി ചോദിക്കുന്നു, ആ തേളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതും മരിച്ചില്ലേ? ലൈഫ് പ്രഷ്യസ് ആണ്. തേളായ മനുഷ്യൻ
അതൊരിക്കലും അതിനുള്ളിൽ പോകണമെന്ന് വിചാരിച്ചില്ല. അതിൽ പോയി, അതിൽ കിടന്നു. ആ കുട്ടിയെ മരിച്ചു, ആ തെളിവ് മരിച്ചു. ഇവർ തമ്മിൽ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ധാരണ മുമ്പുണ്ടാവാം. അത് എല്ലാതാണ് സ്വാമിയുടെ. ഒരിക്കലും കാരണത്തെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുകയില്ല. കാരണം ആ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിന് വരുന്നത്, ഈ അനുഭവങ്ങളിലൂടെ പോകുന്നത്, നാം ഇവിടുന്ന് പോകുന്നത്. രണ്ടും പോകുന്നു. ആ രണ്ടും പോകുന്ന രീതി അത് നിശ്ചയിക്കുന്നത് രീതിയാണ്. അത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അത് ഓരോരുത്തരും അങ്ങനെ മരിക്കാൻ അതിന് അങ്ങനെ ഒരു രീതിയുണ്ട്. അത് അവരുടേതായിട്ടുള്ള കാരണമാണ്. അതിനാർക്കും കുറയ്ക്കുവാനോ കൂട്ടുവാനോ സാധ്യമല്ല. നമ്മുടെ ശ്രമം കൊണ്ട് പല ചില അളവോട് ചില പരിവർത്തനങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അനിവാര്യമായിട്ടുള്ളതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധ്യമല്ല. ഓർമ്മിക്കുക, ഭഗവാന്റെ ദൂതൊരു പരാജയമായിരുന്നു. അദ്ദേഹം അതിൽ വിഷമിച്ചില്ലല്ലോ. ഈ ജഗത്തിൽ പൂർണ്ണം ബ്രഹ്മസനാതനം എന്ന് ഭാഗവതം വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ജഗദീശ്വരന്റെ പരാജയമോ? അതെ, ഈ ലോകത്തിന്റെ ഗതി അതാണ്. ജയവും പരാജയവും, ലാഭവും നഷ്ടവും, സുഖവും ദുഃഖവും. ഈ ലോകത്ത് വരുമ്പോൾ താനും ആ നിയമങ്ങളെ ആദരിക്കണമെന്നതാണ്. ഒന്നിച്ചിരിക്കാൻ സാധ്യമല്ല. കാരണം അദ്ദേഹവും അത് ആദരിക്കുകയാണ്. അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തെ തന്നെ അറിയില്ല. അതുകൊണ്ടാണല്ലോ രാജാഭിഷേകത്തിന് പോകുന്നത് രാമൻ അയോധ്യയിലോട്ട്. യുവരാജായിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് പ്രജകൾ മുഴുവനും സന്തോഷിക്കുന്നു. അവിടെ പോകുന്നു. ആ നിമിഷം എനിക്ക് രാജ്യാഭിഷേകവുമില്ല, മാത്രമല്ല അയോധ്യയിൽ പൗരനുള്ള അവകാശവും അവിടെ ഇല്ല താമസിക്കാൻ. തിരിച്ചു വനത്തിലോട്ട് 14 വർഷം. ആ സമയത്ത് രാമന്റെ മുഖം ഒന്നായിരുന്നു. രാജാഭിഷേകം ചെയ്യാൻ പോകുന്നതായ പ്രസന്നതയും വനത്തിലോട്ട് പോകാനുള്ള നിശ്ചയം അറിയുമ്പോഴും ആ മുഖത്തിന് ഒരു മാറ്റവും ഇല്ല. സുമുഖായ ഒരു വാക്കുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. അതാണ് ആ പദത്തിനർത്ഥം. സൗഭാഗ്യകരങ്ങളായിട്ടുള്ളതും നിർഭാഗ്യകരങ്ങളായിട്ടുള്ളതും ഒരുപോലെ സ്വാഗതം ചെയ്യാനുള്ള ഒരു കഴിവാണ് ആധ്യാത്മികത നമ്മെ ഉപദേശിക്കുന്നത്. ദുഃഖത്തെ ഒഴിവാക്കാനല്ല, ദുഃഖത്തെ ദിവ്യവത്കരിക്കാനാണ് ഇത് ഉപദേശിക്കുന്നത്. സുഖമുള്ളിടത്തോളം കാലം ദുഃഖമുണ്ടാകും, സൗഭാഗ്യമുള്ളിടത്തോളം കാലം നിർഭാഗ്യങ്ങളുണ്ടാകും, ജയമുള്ളിടത്തോളം കാലം പരാജയമുണ്ടാകും. ലോകം ദ്വന്ദ്വാത്മകമാണ്. ഇതിനുള്ള സാഫല്യമാണ്, ഇതിനതീതമായിട്ടുള്ള ഭാവം ആണ് നാം നേടേണ്ടത്. അത് ആധ്യാത്മികമായിട്ടുള്ള സന്ദേശത്തിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കുവാൻ പറ്റും. ഒരാളുടെ ഭാവവും ഒരാളുടെ സുഹൃതകർമ്മങ്ങളും ഭഗവാൻ എടുക്കുന്നില്ല. ഭഗവാൻ അദ്ദേഹത്തിന് ആവശ്യമില്ല. പാപം സുഹൃതം. എവിടെയെങ്കിലും അജ്ഞാതമായിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മെ ഓരോരുത്തരെയും അദ്ദേഹം ഇന്ന വിധത്തിലുള്ള അനുഭവം ഓരോരുത്തരും അനുഭവിക്കണം എന്നൊരിക്കലും ചിന്തിക്കാറില്ല. നമ്മൾ ഓരോരോ അനുഭവങ്ങൾക്കും കാരണം നാം തന്നെയാണ്. ആർക്കും നമ്മൾക്കത് വഴികാണാൻ സാധ്യമല്ല. ഇനി അഥവാ വേറൊരാൾ നിങ്ങൾ ഉപദ്രവിക്കുന്നിരിക്കട്ടെ, എന്നിൽ നിന്നല്ല, ഞാനല്ല, ബാഹ്യപരമായിട്ടാണെന്നിരിക്കട്ടെ, എങ്കിലും അങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് വരണം എന്ന് ഒരു നിശ്ചയമല്ല. അതുകൊണ്ട് അവർ അത് ഒരുക്കുന്നു മാത്രം. അവരെ ഈശ്വരൻ ഒരുക്കുകയാണ്. ഇനി മാത്രമല്ല, കരുതിക്കൂട്ടി അവർ ചെയ്യുകയാണെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങൾ ബാധിക്കപ്പെടുന്നുവെന്ന് നിങ്ങളുടെ പ്രതികരണത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്. വിമർശിച്ചാലും ശരി, പുകഴ്ത്തിയാലും ശരി,
ഏത് പ്രകാരം നിങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ച്. ഒരാൾ നിങ്ങളെ കുറിച്ച് പുകഴ്ത്തുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷമാകട്ടെ. അതിനെക്കുറിച്ച് ഒരാൾ വിമർശിക്കുന്നതിരിക്കട്ടെ, ഭയങ്കര പേടി. ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തുന്നു പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കും. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഗന്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അറിയാൻ കൊതിക്കും. അസുഖകരമാണെങ്കിലും അതറിയണം. നിങ്ങളുടെ ആളുകളെ വിട്ടിട്ട് ചോദിക്കും ഇതൊക്കെയാണ് അവർ പറയുന്നത്. നേരിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് താല്പര്യം. സ്തുതിയിലോ നിന്നയിലോ ആണ്. അല്ല, നിങ്ങളത് വിളിച്ചറിയിക്കുന്നു. എന്നെ കുറിച്ചാണ് സ്തുതിക്കുന്നത്, എന്നെ കുറിച്ചാണ് നിന്ദിക്കുന്നത്. അതിനാൽ എനിക്കത് അറിയാൻ താല്പര്യം. നിന്ദയിലോ സ്തുതിയിലോ അല്ല നിങ്ങളുടെ താല്പര്യം. ഞാൻ അതിനെ ഉച്ചരിക്കുന്നത് ഞാനാണ് പ്രധാനം. ഈ ഞാനോ സുഹൃത്തത്തിൽ നിന്നും ദുഷ്കൃതത്തിൽ നിന്നും മാറിയിരിക്കുന്നു. അതുകൊണ്ട് രണ്ടും അദ്ദേഹത്തിൽ സാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ നമ്മെയും അത് രണ്ടും സാധിക്കുന്നു, സുഹൃതവും ദുഷ്കൃതവും. കാരണം അഹങ്കാരമാണ് നല്ല കർമ്മവും, അഹങ്കാരം തന്നെയാണ് ദുഷ്ടകർമ്മവും ചെയ്യുന്നത്. അഹങ്കാരത്തിന് അതീതമാവാനാണ് ഗീത നമ്മെ ഉപദേശിക്കുന്നത്. അഹങ്കാരത്തിന് അതീതമാവുക എന്ന് വെച്ചാൽ കർത്തൃത്വത്തിന് അതീതമാവുക. കർത്തൃത്വത്തിന് അതീതമാവുക എന്ന് വെച്ചാൽ സുഹൃതത്തിനും ദുഷ്കൃതത്വത്തിനും അതീതമാവുക. പുണ്യഭാവങ്ങൾക്ക് അതീതമാവുക. അത് മരണാനന്തരം സാധിക്കേണ്ട ഒരു കാര്യമല്ല, ഇപ്പോൾ ഈ നിമിഷം സാധിക്കേണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും സൗഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കാരണം അവർ തന്നെയാണ് ഭഗവാൻ പറയും. അജ്ഞാനേന ആവൃത ജ്ഞാനം. ഈ സ്ഥിതി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ജ്ഞാനസ്വരൂപമായി വർദ്ധിക്കുന്നതായിട്ടുള്ള ഭഗവത് സ്വരൂപത്തെ നാം അറിയുന്നില്ല. നമ്മുടെ ബഹുമുഖത കാരണം, നമ്മുടെ പൂർവ്വവാസനകളുടെ തള്ളിച്ച കാരണം നാം അത് അറിയുന്നില്ല. അതിനാൽ തേനെ മുഖ്യന്തി, ഈ അജ്ഞാനത്താൽ നാം വ്യാമോഹിതരാകും, നാം ഭ്രാന്തനാകും. ജന്തുക്കൾ, മനുഷ്യർ മുഴുവനും, മനുഷ്യൻ മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യൻ, കാരണം അവൻ വിവേകിയാണ്. അവന് അറിയാൻ താല്പര്യം, അറിയാനുള്ളതായിട്ടുള്ള ശക്തി വിശേഷമാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അറിയില്ല. നമ്മളുടെ AC കാറിൽ നിങ്ങളുടെ ഓൾസേഷ്യൻ മാലിന്യം കൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാലിന്യം നിങ്ങളുടെ മുമ്പിൽ സ്വിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം, അപ്പോൾ എൻ്റെ നായ എത്ര ഭാഗ്യമുള്ളതാണ്. മറ്റുള്ള നായകളൊക്കെ അലഞ്ഞു തിരിഞ്ഞു, എൻ്റെ നായ AC ഇട്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. നായ വിചാരിക്കുന്നു ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആരാ നായ എന്ന് നിങ്ങൾ ആലോചിക്കും. അതൊരിക്കലും വിചാരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണ നായ്ക്കളെ കാണുന്ന സമയത്ത് ഈ നായ വിചാരിക്കും അവരെത്ര ഭാഗ്യവാന്മാരാണ്, ഈ ഇരിക്കുമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കണം. എപ്പോഴാ അദ്ദേഹത്തിന് മാറാൻ സാധിക്കും? ഇതാണ് ഞാൻ എന്താ വെച്ചാൽ ജന്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ വിവരിക്കുക. തേന മുഖ്യന്തി ജന്തവ. ആരാണ് ജന്തു എന്ന് അറിയാം. നമ്മൾ പറയുന്നത് നായ ജന്തു. നായ നമ്മുടെ മുകളിൽ ചിലപ്പോ ആരാ, ഞാനോ നിങ്ങളോ? നായ ചോദിക്കുക. നോക്കിയിട്ട് ചിലവരൊക്കെ പറയുന്നത് എനിക്ക് എന്റെ നായിന് വലിയ ഇഷ്ടമാണ്, എന്റെ പൂച്ച, എന്റെ മക്കളെക്കാളും എനിക്ക് വലിയ ഇഷ്ടമാണ് പൂച്ച. എന്താ കാരണം? മുമ്പുള്ള പൂർവ്വ സമ്പത്ത്. അതിനടുത്ത് പിടിച്ച് കിടക്കും. ചിലപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. അതോടാകുക ചില സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയില്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ പൂച്ചയായി അതിന്റെ രോമങ്ങളൊക്കെ അവിടെ ചെന്ന് കിടക്കും. കാരണം ലോകസേവനം അല്ലെങ്കിൽ ഈ ആശ്വതാത്മ പ്രകടനവും മറ്റുള്ളതായിട്ടുള്ള ലക്ഷ്യം സ്വീകരിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ തന്നെ ഒരു തരം സാധനയാണ്.
അല്ലെങ്കിൽ നമുക്ക് സേവനം സാധ്യമല്ല. എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ജനവിഭാഗങ്ങളിലെ ചിന്തയെയും ഉൾക്കൊള്ളണം, അവരുടെ ആചാരങ്ങളും രീതിയെയും ഉൾക്കൊള്ളണം, അവരുടെ എതിർപ്പിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും നാം അവരെ സേവിക്കുന്നു. അതൊരു തപസ്സാണ്. കാരണം ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും മുഖ്യന്തി അവസരമാണ്, അവർ അറിയുന്നില്ല. അവർ പൂർണ്ണമായും അജ്ഞതയിലാണ്. പ്രതിഷേധിക്കുന്നു, എതിർക്കുന്നു, വിമർശിക്കുന്നു, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ആരാണ്? നമ്മളുടെ ആള്. നോക്കൂ, എത്ര എത്ര ഭംഗിയായിട്ടുള്ള ഒരു ഒരു സന്ദേശം. ഇത് മനസ്സിലാക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് തന്നെ ശാന്തി വരും. കാരണം അവർ അങ്ങനെ പെരുമാറുന്നത് അവർ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അവർ അങ്ങനെ ചെയ്തു പോവുകയാണ്. അവർ പൂർണ്ണമായും വ്യാമോഹിതരാണ്. നിർബന്ധപൂർവം അവർ അതിൽ പെട്ടിരിക്കുന്നു. ഒരു നിശ്ചിത സമയം കഴിയാതെ അവർക്ക് ഉയരാൻ സാധിക്കില്ല. ചിന്തകളാണ്. ദുര്യോധനൻ അധിക്ഷേപിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ കേൾക്കുന്നില്ലേ? ഒരിക്കലും അദ്ദേഹത്തിന് വല്ല മാറ്റമുണ്ടാവും ഇല്ല. രാജസൂയ യജ്ഞത്തിന് വേണ്ടും ആരെയാണ് ആദരിക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള അഭിപ്രായം വന്നതായിട്ടുള്ള സമയത്ത് ഭീഷ്മരെ പറ്റി പറഞ്ഞു, സംശയമൊന്നുമില്ല, ഏറ്റവും വന്ധ്യനായിട്ടുള്ള ധർമ്മപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിക്കുമ്പോൾ വേറൊരു ചിന്തയുടെ ആവശ്യമില്ല. ഇത് കേൾക്കുമ്പോഴേക്കും ചെയ്തരാജ്യത്തിലെ ശിശുപാലനും മറ്റും ഭയങ്കര ഇഷ്ടമായി. എന്ത് വിട്ടിത്തരമാണുള്ള പറയുന്നത്? ബുദ്ധിയുള്ള ആരും ഈ അസംബ്ലിയില്ലേ? വന്ധ്യന്മാരായിട്ടുള്ള പലരും ഇവിടെ ഇരിക്കെ ഇതാ ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള കാര്യം വയ്ക്കുന്നതായ പയ്യനെ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പൂജിക്കുവാനാണ്. സംസ്കാര സമ്പന്നന്മാരെ പോലുള്ള ആൾ വന്നിക്കണമെങ്കിൽ ഇവിടെ ഭീഷ്മരും, ശസ്ത്രവിദ്യയിലും മറ്റും പ്രാവീണ്യം നേടിയിട്ടുള്ളവരെ വന്നിക്കണമെങ്കിൽ ഇതാ ദ്രോണാചാര്യരുണ്ട്. വീണ്ടും ആത്മാനുഭവത്തിലും മറ്റും ഈ സദസ്സിലും മറ്റും വലിയതായിട്ടുള്ള ആൾക്കാരെ വന്നിക്കണമെങ്കിൽ ഇവിടെ വ്യാസനുണ്ട്. ഇനി മഹാരാജാക്കന്മാരെ പോലുള്ളതായിട്ടുള്ള ആൾക്കാരെ വന്നിക്കണമെങ്കിൽ എന്നെ പോലുള്ള ഒരു മടിയുമില്ല. കാരണം വേറെ ആരും പറയില്ല. ചിലരൊക്കെ ഒരു പരിധി കഴിഞ്ഞിട്ട് ഈ കമ്മിറ്റിയിലും ട്രസ്റ്റ് ബോർഡിലും ഒക്കെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവരെ തന്നെ നോമിനേറ്റ് ചെയ്യാൻ മറ്റുള്ളവരോട് പറയുന്നു. അവർക്ക് അങ്ങനെ ഒരു നയങ്ങളുണ്ട്. ഇതിപ്പോ ആരും പറയാൻ അവർ താൻ തന്നെ നോമിനേറ്റ് ചെയ്യാതെ ശിശുവാണ്. നമുക്ക് കേട്ട സത്യത ദൈവമൊന്നും സഹിക്കുന്നില്ല. സാധനം കുറച്ച് കുറവായിട്ടാണ് അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഏകചക്രത്തിൽ മറ്റും താമസിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ രാജാക്കന്മാർ ഭിക്ഷാടനം ചെയ്ത് പല നൂറ്റുകൾക്ക് ഭിക്ഷാടനം ചെയ്ത് ഭക്ഷണം കൊണ്ടുവരും. അമ്മയുടെ അടുത്ത് വെച്ചിട്ട് പങ്കിട്ട് അത് അർദ്ധഭാഗമായിട്ട് പങ്കുവന്നു. ബാക്കി അർദ്ധഭാഗത്തെ ഓരോരുത്തരായിട്ട് ഇത് മുഴുവൻ പറഞ്ഞു ദുഃഖം അങ്ങ് കാരണം ഞാൻ ദുഃഖം അനുഭവിക്കുന്നു. അത് ഭീമൻ പറഞ്ഞു ഒരു സമ്മതം തന്നാൽ മതി, ബാക്കി ഞാനായി. ശിശുപാലന്റെ ഈ ധിക്കാരങ്ങളുടെ സമയത്ത് കൃഷ്ണൻ ഭീമനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മൃഗരാജൻ ഉറങ്ങുന്നതായിട്ടുള്ള സമയത്ത് കുറുക്കന്മാർ ഓരിയും സ്വാഭാവികമായിട്ടും അതിന്റെ ഉറക്കത്തിന് ഭംഗം നേരിടും. മൃഗരാജനല്ലേ ഒന്ന് കഴുത്ത് മാത്രം കുതിച്ച് ചെവി കൂട്ടിക്കുമത്ര എവിടുന്നാണ് ശബ്ദം? അത് ഇന്ന സ്ഥലത്തു നിന്നാണ്, എന്ന മൃഗമാണ് ആ ശബ്ദം. ഉടനെ അത് കിടക്കുക. കാരണം അതിന്റെ ശ്രദ്ധ അർഹിക്കുന്നില്ല ഈ ശബ്ദം. അതാണ് എന്റെ ഭാവം. ഈ ശബ്ദം എന്റെ ശ്രദ്ധ അർഹിക്കുന്നില്ല. അതുപോലെ ശിശുപാലൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ശിശുപാലനെ വധിക്കുകയൊക്കെ നടക്കണമെങ്കിൽ കൂടിയിട്ട് ആദ്യത്തെ സമീപനം എങ്ങനെയായിരിക്കും? അതായത് ഒരിക്കലും പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ പ്രതികരിക്കുക.
പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. കാരണം എന്താ? അല്ലെങ്കിലേ മോഹമാണ്, സ്വതവേ നമ്മുടെ മോഹമാണ്. ഇനി മറ്റുള്ള ആൾക്കാരുടെ മോഹം നമ്മൾ വരുമ്പോഴോ അത് ഏറ്റവും കൂടുതലാവും. അവസാനം മോഹമേ മോഹം, എല്ലാം കൂടി അവസാനം ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. സമസ്ത ജീവജാലങ്ങൾ ഈ അജ്ഞാനത്താൽ വ്യാമോഹിതരായി പല വിധത്തിലുള്ളതായ കർമ്മങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. സുഹൃതവും ദുഷ്കൃതവും അവർ ചെയ്യുന്നു. രണ്ടിന്റെയും ഫലം അവർ അനുഭവിക്കുന്നു. ചിലപ്പോൾ സുഖിക്കുന്നു, ചിലപ്പോൾ ദുഃഖിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിലുള്ളതായ ആന്തരികമായ സത്ത നിത്യവും സ്ഥായിയുമായിട്ടുള്ള ആനന്ദത്തെ അവർ ഒരിക്കലും ദർശിക്കുന്നില്ല.